ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന നമ്മുടെ ഡി ബിക്കകത്ത് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുക, അതേപോലെ അതിനകത്തുള്ള ഓരോ MCB അല്ലെങ്കിൽ RCCB ഇതിനുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എർത്തിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തു, ന്യൂട്രൽ കംപ്ലീറ്റ് ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ റൂമിലേക്ക് പോകുന്ന ഫേസ് റൂമിലേക്കുള്ള സർക്യൂട്ടുകൾ അതിൻ്റെ വയറുകൾ കംപ്ലീറ്റ് നമ്മൾ ബ്രേക്കറിലേക്ക് ഇവിടെ കൊടുത്തിട്ടോ. പിന്നെ അതേപോലെ മെയിൻ സർക്യൂട്ട് വയറാണ് ഈ കാണുന്നത്. നമ്മൾ താഴേന്ന് വരുന്ന മെയിൻ സർക്യൂട്ട് വയറിൻ്റെ കൂടുതൽ എർത്ത് ഉണ്ടാവും. ആ എർത്തിൻ്റെ വയർ ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഓൺ ചെയ്യുമ്പോൾ നേരെ ഐസൊലേറ്ററിലേക്ക് എത്തി, ഐസൊലേറ്ററിന് ELCBക്ക് എത്തി, ELCBന്ന് MCBയിലേക്ക് എത്തി, MCB ഓൺ ചെയ്യുന്നത് കൂടി തന്നെ നമ്മുടെ ഓരോ റൂമിലേക്ക് എത്തി. അങ്ങനെ റൂമിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ RCCB ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ടെസ്റ്റ് ബട്ടൺ നമ്മൾ അമർത്തി കൊടുക്കണ്ടോ. ഈ ടെസ്റ്റ് ബട്ടൺ അമർത്തി കൊടുക്കണം. അതിന് വർക്കിംഗ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധനമാണ് ഇത് കാണുന്നത്. 40 ആംപിയറിൽ 30 മില്ലി ആംപിയറാണ് ഈ RCCBയുടെ റേറ്റിംഗ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരാളുടെ ജീവൻ്റെ ഒരു വിലയാണ്. 2000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഇതിന് വില വരും. സ്നൈഡർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇത് പല കമ്പനിയിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് ELCB ഓരോ വീട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ELCB ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. ഇനി എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഉപകരണത്തിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എർത്ത് ലീക്കേജോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ സാധനം ട്രിപ്പാവും. ആ സമയത്ത് നമ്മൾ ചില ഇലക്ട്രീഷ്യന്മാർ വന്നിട്ട് ഇതിനെ ഷോർട്ടാക്കിയിട്ട് കൊടുക്കും, ഇതിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ELCBൻ്റെ വർക്കിംഗ് അപ്പോൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ വേറെങ്കിലും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ തകരാറ് നീക്കിയതിന് ശേഷം മാത്രമേ ഇത് ഓണാവുള്ളൂ. അപ്പോൾ തകരാറ് ആദ്യം തീർക്കുക, എന്നിട്ട് ഇത് ഓണാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാതെ ഡയറക്റ്റ് ആരും കൊടുക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.